ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെളിച്ചം നല്ലതാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം തന്റെ സൃഷ്ടികളെ അനുദിനം സന്തോഷത്തോടെ വീക്ഷിച്ചു. അവയെല്ലാം അവന് വലിയ സന്തോഷം നൽകി. ആദ്യ ദിവസം വെളിച്ചം സൃഷ്ടിച്ച ദൈവം വെളിച്ചം നല്ലതെന്ന് കണ്ടു. ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായത്തിൽ മാത്രം കർത്താവിന്റെ 7 ആവർത്തിച്ചുള്ള ഉച്ചാരണം നല്ലത് എന്ന് പറയുന്നു. കർത്താവായ ദൈവത്തിന് എല്ലാ ദിവസവും ശുഭമാണ്. കർത്താവിൽ നിന്ന് അകന്നിരിക്കുന്നവർ മാത്രമേ ചില സമയങ്ങൾ ശുഭകരമായും മറ്റ് ചില സമയങ്ങൾ അശുഭകരമായും ആചരിക്കുകയുള്ളൂ. ഇസ്രായേലിലെ കാന സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ ആഴ്ചയിലെ 3-ാം ദിവസം കാനാവിലെ കല്യാണം എന്തിനാണെന്ന് എനിക്കറിയുമോ എന്ന് യൂദാ ഗൈഡ് എന്നോട് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. ആഴ്ചയിലെ ആദ്യ ദിവസം ഞായറാഴ്ചയും 2-ാമത്തേത് തിങ്കളാഴ്ചയും 3-ാം ദിവസം ചൊവ്വയുമാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വിവാഹങ്ങൾ പൊതുവെ ചൊവ്വാഴ്ചകളിൽ നടത്താറില്ല. കാരണം അവ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ചൊവ്വാഴ്ച വിവാഹിതരായ ദമ്പതികൾ ദാരിദ്ര്യം അനുഭവിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. യഹൂദ ഗൈഡ് തുടർന്ന് പറഞ്ഞു, ചൊവ്വാഴ്ച യഹൂദർക്ക് ഏറ്റവും നല്ല ദിവസമായി കണക്കാക്കപ്പെടുന്നു. കാരണം കർത്താവ് തന്റെ സൃഷ്ടികളെ അവലോകനം ചെയ്തു. അന്ന് 2 പ്രാവശ്യം നല്ലത് എന്ന് ഉച്ചരിക്കുകയും ചെയ്തു. അതിനാൽ ആ ദിവസം വരനും വധുവിനും നല്ലതാണ്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകൾ വളരെ വിശേഷപ്പെട്ടതായി കണക്കാക്കുന്നത്. പിന്നീട് ഞാൻ തിരുവെഴുത്തും പരിശോധിച്ചു. 3-ാം ദിവസം കർത്താവ് 2 തവണ നല്ലത് എന്ന് പറഞ്ഞതായി കണ്ടെത്തി. കർത്താവായ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന നാം വിജാതീയരെ പോലെ നല്ലതും ചീത്തയുമായ സമയങ്ങൾ നിരീക്ഷിക്കരുത്. എല്ലാ ദിവസങ്ങളും കർത്താവായ ദൈവം സൃഷ്ടിച്ചതാണ്. അവൻ എല്ലാ ദിവസവും നമ്മോട് കൂടെയുണ്ട്, നമ്മെ അനുഗ്രഹിക്കുന്നു. സൃഷ്ടാവായ ദൈവം തന്റെ എല്ലാ സൃഷ്ടികളും നല്ലതായി കണ്ടെത്തിയപ്പോൾ ചില ദിവസങ്ങൾ അശുഭകരമായി മാറ്റിവെക്കുന്നത് തീർച്ചയായും വലിയ തെറ്റാണ്. സങ്കീർത്തനം 118-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്ക എന്ന് കാണുന്നു. എല്ലാ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. നാം അത് പൂർണ്ണമായി ഉപയോഗിക്കണമെന്നും ഒരു ദിവസം പോലും പാഴാക്കരുതെന്നും അവൻ പ്രതീക്ഷിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും വേണം. കർത്താവെ, എന്റെ ജീവിതത്തിൽ പുതിയ ദിവസം മനോഹരമായി അനുവദിച്ചതിന് നന്ദി. കർത്താവെ, ഇന്നത് നിനക്കായി ചെലവഴിക്കാൻ എന്നെ സഹായിക്കണമേ. പകലിന്റെ ആരംഭം മുതൽ രാത്രി വരെ നിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും ശക്തിയും കൃപയും കരുണയും എന്നിൽ ഉണ്ടായിരിക്കട്ടെ എന്ന്. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ലൂക്കോസ് 19-ാം അധ്യായം 42-ാം വാക്യം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ 2 രാജാക്കന്മാർ 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 24-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.